ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ നീലിമയും കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ഇവരോട് വിസ്തരിച്ചോളാൻ വേണ്ടിയിട്ട് പറയുന്നു. അന്നേരം നമ്മുടെ നീലിമ വന്നിട്ട് പറയും, ഞാൻ നീലിമ നിങ്ങളുടെ മകനെ മുൻപ് പ്രണയിച്ച പെണ്ണാണ്. 1 ഇയർ ലവ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര കയറി പറയുന്നുണ്ട്, ആടി അപ്പോൾ നീ ആയിരുന്നല്ലേ എൻ്റെ മകനെ പറ്റിച്ച് ആ പണം തട്ടിയെടുത്ത കള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ നീലിമ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളെ മകനെയാണല്ലോ ഞാൻ ചതിച്ചത്. പക്ഷേ ഞാനൊരു പാവത്താനെ ഒന്നല്ല ചതിച്ചത്. അമ്മയെയും അച്ഛനെയും വഞ്ചിച്ച് പണവും തട്ടിയെടുത്ത് മുങ്ങാൻ പോയ ഒരു വഞ്ചകനെയാണെന്ന് പറയുന്നു. അന്നേരം നമ്മുടെ രവി പറയും, സുധി തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നീയും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ന്യായീകരണം ഒന്നും വേണ്ടെന്ന്. ഞാൻ എന്നെ ന്യായീകരിച്ചല്ല, നിങ്ങളുടെ മകൻ അത്ര പാവല്ലായിരുന്നു എന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയും, അയ്യോ എന്റെ മകൻ പാവായിരുന്നു, നീയാണ് അവനെ വശീകരിച്ചെടുത്തതെന്നൊക്കെ. എന്തായാലും നീ എന്റെ മുന്നിൽ വന്നത് നന്നായി. ശ്രീകാന്തേ, പോലീസിനെ വിളിയടാ എന്ന് പറയുമ്പോൾ നമ്മുടെ നീലിമ പറയും, എന്തിനാണാവോ പോലീസിനെ വിളിക്കുന്നേ? നീയാണല്ലോ ഇവന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം കൊണ്ട് മുങ്ങിയത് എന്ന് പറയുമ്പോൾ, ഞാൻ അങ്ങനെ മുങ്ങിയിട്ടുണ്ടെങ്കിലേ നിങ്ങളെ മകന് ആ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവരാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ പറഞ്ഞത് ശരിയാണോന്ന്. അതെ, ഞാൻ പൈസയും കൊടുത്തിട്ടുണ്ട്, അതിന്റെ പലിശയും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വേഗം അതൊക്കെ ഇല്ലാന്ന് സമർത്ഥിക്കാണ് കേട്ടോ സുധി. അയ്യോ ഇവർ രണ്ടുപേരും കൂടി ഡ്രാമ കളിക്കാം, എനിക്ക് ഇവൾ പണം ഒന്നും തന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചു പറയടാ, നീ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യും, അത് അവസാനം എന്റെ തലയിൽ കൊണ്ടുവന്നിടും. ഇത് എത്ര കാലമായിടാ തുടങ്ങിയിട്ട്, നിന്നെ ഈ ലോകത്ത് മനസ്സിലാക്കിയ പോലെ ഞാൻ വേറെ ആരെയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നീലിമ പറയും, ഞാൻ ഇവന് പണം കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാ SIയുടെ മുന്നിൽ വെച്ചാ അതിന്റെ തെളിവാ ഇത് എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയും, അച്ഛാ നീലിമ കൊടുത്ത 50 ലക്ഷം കൊണ്ടാ ഇവൻ ആ ഷോറൂം തുടങ്ങിയിരിക്കുന്നത്. ഇവര് പറഞ്ഞതൊക്കെ കള്ളാണ്. അത് പാർലറെടുത്തിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊടുത്തയച്ചല്ല, ആ പറഞ്ഞതൊക്കെ കള്ളായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി, അയ്യോ ഇതൊന്നും എനിക്കറിയത്തില്ല, ഇതിനെ പറ്റിയേ എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നീലിമ പറയും, അന്ന് ഞാൻ ഇവന് പണം കൊടുക്കുന്ന സമയത്ത് ഇവളുണ്ടായിരുന്നു കൂടെ. ഞാൻ അറിയാതെ ഇവളുടെ പാർലറിലായിരുന്നു പോയിരുന്നത്. അവിടെ വെച്ച് ഇവളെന്നെ തടഞ്ഞു നിർത്തി പോലീസിനെ വിളിക്കാണ് ഉണ്ടായത്. ഇവളില്ലാതെ ഇവനെ കൊണ്ട് ആ പണമൊന്നും തിരികെ വാങ്ങാൻ കഴിയില്ലായിരുന്നു. കാരണം അതിനുള്ള ടാലന്റ് ഇവനില്ല. കൂടാതെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പണത്തിൻ്റെ തെളിവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നീലിമ വീണ്ടും എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിനോട് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ശ്രീകാന്തും വർഷയൊക്കെ നോക്കിയിട്ട് പറയും, ശരിയാണച്ചാ, ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് സുധിയേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് 53 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന്. അതൊക്കെ കേട്ടവരൊക്കെ ഞെട്ടി നിൽക്കുക കേട്ടോ. അന്നേരം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എന്തായാലും എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, ഇനി നീലിമയ്ക്ക് പോകാം. നീലിമ ഇവിടെ വന്ന് സത്യം പറഞ്ഞതിന് നന്ദി എന്ന് പറയുമ്പോൾ നമ്മുടെ നീലിമ പറയും, ഞാനൊരു തെറ്റ് ചെയ്തു, ഒടുക്കം ഞാൻ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഞാൻ ചെയ്തത് തെറ്റല്ലാതാവില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പേരിൽ ഞാൻ എല്ലാവരോടും മാപ്പ് പറയാണ്, ഞാൻ പോവാണ് എന്ന് പറയുന്നു. അപ്പോൾ ശ്രീകാന്ത് ആ പേപ്പേഴ്സ് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം പറയും, അച്ഛാ അച്ഛൻ്റെ മകന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ഡിഗ്രി ഉണ്ട്, പക്ഷേ ഒന്നിനും കൊള്ളത്തില്ല, വെറും മണ്ടനാണവൻ. പക്ഷെ സച്ചി ഉണ്ടല്ലോ, അത്ര പഠിച്ചിട്ടില്ലെങ്കിലും ആൾക്ക് നല്ല വിവരമുണ്ട്. സച്ചിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വരെ വന്നത്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നീലിമ പോകുന്നത്. പോകുമ്പോൾ ചിരിച്ചോണ്ടാണ് പോകുന്നത്. എന്നിട്ട് സുധിയെ ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.